ഹലോ മക്കളെ, നമ്മൾ ഇന്ന് ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് മോഷൻ ആൻഡ് ഫോഴ്സ്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ എന്ന് പറയുന്ന ടോപ്പിക് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ മൊത്തമായിട്ട് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് മോഷനെ കുറിച്ചാണ്. മോഷനുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് മോഷന്റെയും റെസ്റ്റിന്റെയും ഡെഫിനേഷൻസ് ആണ് ആദ്യം പഠിക്കാനുള്ളത്. എന്താണ് മോഷൻ, എന്താണ് റെസ്റ്റ്? ഇഫ് ദ പൊസിഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ചേഞ്ച് വിത്ത് ടൈം, ദെൻ ദാറ്റ് ഒബ്ജക്റ്റ് ഈസ് സെറ്റ് ടു ബി ഇൻ മോഷൻ. ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈമിനനുസരിച്ച് മാറുന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിനെ നമുക്ക് മോഷൻ ആണെന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ദ പൊസിഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആ ഒബ്ജക്റ്റ് റെസ്റ്റിലാണെന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? ചിലത് മോഷനിലായിരിക്കാം, ചിലത് റെസ്റ്റിലാവാം. ഈ സറൗണ്ടിങ്ങിൽ നടക്കുന്ന കാര്യങ്ങൾ റെസ്റ്റിലാണോ അതോ മോഷനിലാണോ എന്ന് നമ്മൾ എങ്ങനെ പറയാം? നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് ചില കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അല്ലേ, വെദർ ഇറ്റ് ഈസ് ഇൻ മോഷൻ ഓർ റെസ്റ്റ്. പക്ഷെ നമ്മൾ അതിനു വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിന് പറയുന്ന പേരാണ് റെഫറൻസ് ഒബ്ജക്റ്റ്. അപ്പോൾ ഈ റെഫറൻസ് ഒബ്ജക്റ്റിന്റെ ബേസിലാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണോ അതോ മോഷനിലാണോ നമ്മൾ എന്ത് ചെയ്യുക, പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് റെഫറൻസ് ഒബ്ജക്റ്റ് എന്ന് പഠിക്കാം. എന്താണ് റെഫറൻസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഒബ്ജക്റ്റ് taken to determine the state of motion or the state of rest of a body is called a reference object. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണോ അതോ മോഷനിലാണോ എന്ന് പറയാൻ നമ്മളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ അത് പറയാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ പറയുന്ന പേരാണ് എന്ത്? റെഫറൻസ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കിലെ ചില ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ചിത്രങ്ങൾ കാണാം. ഫിഗർ 2.2 ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ ഫിഗറിൽ ഒരു ജയന്റ് വീലാണ് അല്ലേ, ചൈൽഡ് ഈസ് മൂവിങ് ഓൺ എ ജയന്റ് വീൽ, അതാണ് ഇവിടെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ. രണ്ടാമത്തെ ഫിഗറിൽ നടക്കുന്നത് പേഴ്സൺ ഈസ് റൈഡിങ് എ ഹോഴ്സ്. മൂന്നാമത്തെ ഫിഗറിൽ വി ക്യാൻ സീ ദാറ്റ് എ ലോഗ് ഓഫ് വുഡ് ഓൺ എ ലോറി, ലോറിയിൽ കുറച്ച് വുഡ് കെട്ടിയിട്ട് അത് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റിൽ വി ക്യാൻ സീ ദാറ്റ് എ ബേർഡ് ഈസ് ഫ്ലൈങ് വിത്ത് ട്വിക്ക് ഓൺ ഇറ്റ്സ് ബീക്ക്. റെഡി? ദെൻ അടുത്തതായിട്ട് പറയുന്നത് സോളാർ സിസ്റ്റം ആൻഡ് എ ബുക്ക് ഓൺ എ ടേബിൾ. നമ്മോട് ചോദിക്കുന്നത് ഈ 6 ഫിഗറിലും കൊടുത്തിരിക്കുന്നത് മോഷനിലാണോ റെസ്റ്റിലാണോ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് മോഷനിലാണോ റെസ്റ്റിലാണോ നമുക്ക് അങ്ങനെ നോക്കിയിട്ട് പറയാൻ പറ്റൂല അല്ലേ? പറ്റുമോ? ഇല്ല. ഏതൊരു ഒബ്ജക്റ്റും മോഷനിലാണോ റെസ്റ്റിലാണോ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? യെസ്, ഓൺലി ബൈ കൺസിഡറിങ്. എന്ത് കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ മക്കളെ? റെഫറൻസ് ഒബ്ജക്റ്റ് നോക്കിയിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ടേബിൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ കോണ്ടെക്സ്റ്റ്, ചൈൽഡ് ഓൺ എ മൂവിങ് ജയന്റ് വീൽ. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ഒരു ജയന്റ് വീൽ, ഇങ്ങനെ ഒരു ജയന്റ് വീലിനുള്ളിൽ ഒരു കുട്ടിയുണ്ട്. നമ്മൾ ആദ്യത്തെ റെഫറൻസ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ചൈൽഡ് സിറ്റിംഗ് നിയർ ബൈ. ആ കുട്ടിക്ക് തൊട്ടടുത്തിരിക്കുന്ന ഒരു കുട്ടിയെയാണ് നമ്മൾ റെഫറൻസ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടിയെ വെച്ച് നോക്കുമ്പോൾ ഈ ജയന്റ് വീലിൽ ഇരിക്കുന്ന കുട്ടി റെസ്റ്റിലാണോ മോഷനിലാണോ എന്നാണ് ചോദിക്കുന്നത്. കുട്ടി സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് അറിയാം ആ കുട്ടി രണ്ടാമത്തെ ചൈൽഡിന്റെ പൊസിഷൻ ഒന്നും മാറുന്നില്ല. അപ്പോൾ പൊസിഷനൊന്നും മാറുന്നില്ലെങ്കിൽ നമുക്ക് പറയാം ഈ കുട്ടി എന്തിലായിരിക്കും, കുട്ടി റെസ്റ്റിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത് റെഫറൻസ് ഒബ്ജക്റ്റ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ദ ഗ്രൗണ്ട്. ഈ ജയന്റ് വീലിന് പുറത്തായിട്ട് ആ ഗ്രൗണ്ടിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാളെയാണ് റെഫറൻസ് ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ കുട്ടികൾ മോഷനിലാണോ റെസ്റ്റിലാണോ എന്നാണ് ചോദിക്കുന്നത്. ആ സമയത്ത് ആ ജയന്റ് വീലിലെ കുട്ടി മോഷനിലായിരിക്കും, കാരണം ഇയാൾ നോക്കുന്ന സമയത്ത് ഈ ജയന്റ് വീലിലെ കുട്ടിയുടെ പൊസിഷൻ ഇങ്ങനെ മാറുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ഈ കുട്ടി എന്തിലാണ്, മോഷനിലാണെന്ന് പറയാം. ഓക്കെ അല്ലേ? അതുപോലെ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് പേഴ്സൺ റൈഡിങ് എ ഹോഴ്സ്. ഒരാൾ ഒരു കുതിരയുടെ മുകളിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, ആ മനുഷ്യൻ, ആ പേഴ്സൺ റെസ്റ്റിലാണോ മോഷനിലാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം റെഫറൻസ് ഒബ്ജക്റ്റുകൾ കൺസിഡർ ചെയ്യണം. ഇവിടെ 2 റെഫറൻസ് ഒബ്ജക്റ്റാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. ഒന്നാമത്തത് ഹോഴ്സ് ആണ്. അപ്പോൾ ഹോഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് അയാൾ റെസ്റ്റിലാണോ അതോ മോഷനിലാണോ? മക്കളെ, നമുക്കറിയാം അയാൾ ഇരിക്കുന്നത് ഹോഴ്സിന്റെ മുകളിലാണ് അല്ലേ? അപ്പോൾ ഹോഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഹോഴ്സിന് നമ്മൾ റെഫറൻസ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പൊസിഷൻ ഒന്നും മാറുന്നില്ല, അപ്പോൾ അയാൾ റെസ്റ്റിലാണ്. ഇനി ഗ്രൗണ്ടിനെ വെച്ച് നോക്കുകയാണെങ്കിലോ, യെസ്, ദെൻ ഹീസ് ഇൻ മോഷൻ.
അതുപോലെ ബാക്കിയുള്ളത് കൂടി നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. ടുക്ക് ഇൻ ദ ബീക്ക് ഓഫ് എ ഫ്ലൈങ് ബേർഡ്, പറന്നുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയുടെ ചുണ്ടിലുള്ള ഒരു മരച്ചില്ല. ബേർഡിനെ റെഫറൻസ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ആ മരച്ചിൽ എന്താ മക്കളെ? റെസ്റ്റിലാണ്. പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ദ ഗ്രൗണ്ട് ആണെങ്കിൽ മരച്ചിൽ എന്തായിരിക്കും മക്കളെ? ഇറ്റ്സ് ഇൻ മോഷൻ. അതുപോലെ എർത്ത് ഇൻ ദ സോളാർ സിസ്റ്റം, സോളാർ സിസ്റ്റത്തിലെ എർത്ത് എന്തിലാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് ടിക്കിടാം. ഒന്നാമത്തെ കേസ്, ഓക്കെ, ഇതാണല്ലോ ആൻസർ വരുന്നത് അല്ലേ. പിന്നെ ഹോഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് പേഴ്സൺ റെസ്റ്റിലായിരിക്കും, ഗ്രൗണ്ടിൽ മോഷനിലായിരിക്കും. ബേർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ റെസ്റ്റിലാണ്, ഓക്കെ, മോഷനിലാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അടുത്തത് കുറച്ച് എർത്ത് ഇൻ ദ സോളാർ സിസ്റ്റം, നല്ല ചോദ്യമാണ്. അതിൽ സോളാർ സിസ്റ്റത്തിലെ എർത്ത് മോഷനിലാണ് റെസ്റ്റിലാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. സണ്ണിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ എർത്ത് എന്ന് പറയുന്ന മക്കളെ മോഷനിലായിരിക്കും. ഇനി ഇത് മൂണിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് രണ്ട് രീതിയിലുള്ള ഉത്തരങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇതിന് ഏറ്റവും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആൻസർ, ഇപ്പോൾ മൂണും എർത്തും രണ്ടുപേരും മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ മൂണിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എർത്ത് റെസ്റ്റിലാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. സോ ഇറ്റ് ഈസ് ഓൾസോ ഇൻ മോഷൻ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, അതാണ് ഇതിന് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ, ഒന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ലോഗ് ഓഫ് വുഡിന്റെ മൂവിങ് ലോറി, ലോറിയെ വെച്ച് നോക്കുമ്പോൾ ലോറിയെ വെച്ച് നോക്കുന്ന സമയത്ത് വുഡ് റെസ്റ്റിലായിരിക്കും. ദ ട്രീസ് ഓൺ ഐദർ സൈഡ്, രണ്ട് ഭാഗത്തുള്ള ട്രീസിനെ വെച്ച് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ലോഗ് ഓഫ് വുഡ് മോഷനിലാണോ റെസ്റ്റിലാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻ മോഷൻ. നെക്സ്റ്റ് ഇസ് എ ബുക്ക് ഓൺ എ ടേബിൾ, ടേബിളിനെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ആ ബുക്ക് റെസ്റ്റിലായിരിക്കും. ദ സണ്ണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മക്കളെ ബുക്ക് മോഷനിലായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ മക്കളെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഡിസ്റ്റൻസ് എന്താണെന്ന് പെട്ടെന്ന് പഠിച്ചു വെക്കാം. എന്താണ് ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ് ബൈ എൻ ഒബ്ജക്റ്റ്. അതായത് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തിട്ടുള്ള ടോട്ടൽ ലെങ്ത് ഓഫ് പാത്ത്, എത്രയാണോ ദൂരം സഞ്ചരിച്ചത് അതിനെ പറയുന്ന പേരാണ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. സാധാരണ രീതിയിൽ വാഹനങ്ങളിലൊക്കെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഇത്, ഒരു ഡിവൈസ് ആണ് ഓഡോമീറ്റർ. പഠിച്ചു നോക്കണം കേട്ടോ, ഓഡോമീറ്റർ. റെഡി അല്ലേ? ഇവിടെ കുറേ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ആക്ടിവിറ്റി ടേബിൾ കംപ്ലീറ്റ് ചെയ്യാണ്. നമ്മളോട് പറയാണ് ഇവിടെ ഒരു റെയിൽവേ ട്രാക്ക് തന്നിട്ടുണ്ട്. സോ ഇഫ് എ ട്രെയിൻ ഈസ് മൂവിങ് അലോങ് ദിസ് റെയിൽവേ ട്രാക്ക്, ആ ട്രെയിൻ കവർ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എത്രത്തോളം ഉണ്ടെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. സോ നമുക്കറിയാം അറ്റ് എ ആൻസർ 0 ആയിരിക്കും, ബിയിലെത്തുന്ന സമയത്ത് ആൻസർ 60 കിലോമീറ്റർ ആയിരിക്കും. ഇതുപോലെ നിങ്ങൾ ബാക്കിയുള്ളത് കൂടി കംപ്ലീറ്റ് ചെയ്യുക. വൈൽ റീച്ചിങ് എഫ് ആവുമ്പോൾ മക്കളെ എത്ര ദൂരം സഞ്ചരിക്കും? അറൗണ്ട് 320 കിലോമീറ്റർ ആണ് ട്രെയിൻ സഞ്ചരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസിൽ എന്തൊക്കെ അറിയണം നമുക്ക്? ഡിസ്റ്റൻസ് ഇസ് ദ ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ് ബൈ എൻ ഒബ്ജെക്ട്. ദ SI യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് ഈസ് മീറ്റർ. The device that shows the distance traveled by vehicle is called odometer. ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് ചിലപ്പോൾ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം ഡിസ്റ്റൻസ് കണ്ടെത്താനുള്ള. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡും ടൈമും ക്വസ്റ്റ്യനിൽ തന്നു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കണ്ടെത്താൻ പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ മക്കളെ സ്പീഡാണ്. സ്പീഡ് എന്താണ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ, സ്പീഡ് എന്ന് പറഞ്ഞാൽ മക്കളെ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എൻ ഒബ്ജെക്ട് ഇൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്പീഡ് എന്ന് പറയുക. സ്പീഡിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി സ്പീഡിൻ്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിലും വാഹനങ്ങളുടെയൊക്കെ സ്പീഡ് നമ്മൾ പറയുന്നത് മീറ്റർ പെർ സെക്കൻഡിലല്ല, പകരം അത് പറയുന്നത് കിലോമീറ്റർ പെർ ഹവറിലായിരിക്കും. ഇവിടെ നമുക്കൊരു കൺവേർഷൻ പഠിക്കാനുണ്ട്. 1 കിലോമീറ്റർ പെർ ഹവർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പഠിക്കണം. ഇറ്റ് ഈസ് 5/18 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടുന്ന് ചില ചോദ്യങ്ങളൊക്കെ വരാം. ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചോദിക്കാം 90 കിലോമീറ്റർ പെർ ഹവർ. ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചോദിക്കും. അതായത് മീറ്റർ പെർ സെക്കൻഡ് എന്ന യൂണിറ്റിലേക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാൻ നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നമ്മളിതിനെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമുക്കറിയാം 1 കിലോമീറ്റർ പെർ ഹവർ എന്ന് പറഞ്ഞാൽ 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ 90 കിലോമീറ്റർ പെർ ഹവറിന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ തന്നിരിക്കുന്ന കിലോമീറ്റർ പെർ ഹവറിൻ്റെ വാല്യൂയിലേക്ക് 5/18 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആൻസർ വരിക 90 ×
5/18 എന്ന് വരും. 5/18. ഓക്കെ, 18ലും 18ൽ മക്കളെ നമുക്ക് 18നെയും 19നെയും നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതായത് രണ്ട് നമ്പേഴ്സും നമുക്ക് 18 എന്ന് പറയുന്ന നമ്പറിനെ കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 18ൽ എത്ര 18 ഉണ്ടെന്ന് ചോദിച്ചാൽ ആൻസർ 1 ആണ്. 90ൽ എത്ര 18 ഉണ്ടെന്ന് ചോദിച്ചാൽ ആൻസർ 5 ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, ഇനി റിമൈനിങ്സ് എന്തൊക്കെയാണ് ബാക്കിയുള്ളത്? മുകളിലൊരു 5 ഉണ്ട്, 2 5 മുകളിലുണ്ട് അല്ലേ? അപ്പോൾ രണ്ടും കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 25 മീറ്റർ പെർ സെക്കൻഡ്. ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ മക്കളെ? യെസ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് സ്പീഡെല്ലാം മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന് പറയുന്ന പേരെന്താണ്? ഡിവൈസിന് പറയുന്ന പേരെന്താണ്? ഇതിന്റെ പേരാണ് സ്പീഡോമീറ്റർ. ഇതിന്റെ പേരാണ് സ്പീഡോമീറ്റർ. സ്പീഡോമീറ്ററിന്റെ ഒരു ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്ക്രീനിൽ. ഈ കാണുന്നതാണ് സ്പീഡോമീറ്റർ. എല്ലാ വാഹനങ്ങളിലും ഉണ്ടായിരിക്കും അല്ലേ? സ്പീഡോമീറ്റർ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും. ഇതാണ് സ്പീഡോമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. സ്പീഡ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് സ്പീഡോമീറ്റർ. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ടേബിൾ 2.4. അതായത് ദ ഡീറ്റെയിൽസ് ഓഫ് 3 children who participated in a 400-meter running race in school sports meet are given in the table below. Can we find the fastest athlete among them? A, B, C കുട്ടികളാണ്. ഇതിൽ ഏറ്റവും സ്പീഡ് കൂടിയ കുട്ടി ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്താൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും സ്പീഡ് കൂടിയ കുട്ടി കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 3 പേരുടെയും സ്പീഡ് കണ്ടെത്തണം. സ്പീഡ് കണ്ടെത്താനുള്ള ഇക്വേഷനാണ് മക്കളെ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഒന്നാമത്തെ കുട്ടിയുടെ ഡിസ്റ്റൻസ്, കുട്ടി കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? 400 മീറ്റർ ആണ്. എത്ര സമയം എടുത്തു കുട്ടി ചെയ്തിട്ട് കവർ ചെയ്യാൻ? 180 സെക്കൻഡ്. അപ്പോൾ കുട്ടിയുടെ സ്പീഡ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 400 ഡിവൈഡഡ് ബൈ 180 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. അടുത്ത കുട്ടിയുടെ എങ്ങനെ ചെയ്യാം മക്കളെ? ഇതേപോലെ തന്നെ 400 ഡിവൈഡഡ് ബൈ 120. റെഡി? അടുത്തതോ 400 ഡിവൈഡഡ് ബൈ 400. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്താൽ ഏകദേശം ഉത്തരങ്ങളൊക്കെ കിട്ടും. അറൗണ്ട് ഒന്നാമത്തെ കേസിലാണെങ്കിൽ കുട്ടിയുടെ സ്പീഡ് വരെ 2.2 ആയിരിക്കും. 2.2 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടാമത്തെ കുട്ടിയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 3.3 ആയിരിക്കും. 3.3 നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, 3.3 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത കുട്ടിയുടെ 1 മീറ്റർ പെർ സെക്കൻഡ്. മക്കളെ ഇതിലേത് ഏറ്റവും വലിയ നമ്പർ? 2.2 ആണോ 3.3 ആണോ അതോ 1 മീറ്റർ പെർ സെക്കൻഡ് ആണോ? യെസ്, നമുക്ക് കണ്ടറിയാം 3.3 ആണ് ഏറ്റവും വലിയത് അല്ലേ? അപ്പം ഏറ്റവും കൂടുതൽ സ്പീഡ് ഉള്ളത് ആർക്കാ മക്കളെ? ഇതിൽ കുട്ടി, അതെ, ചൈൽഡ് ബിക്കാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് ഉള്ളത് കേട്ടോ. അപ്പോൾ ആൻസർ എന്താണ്? ചൈൽഡ് ബി. റെഡി അല്ലേ? ഈ രീതിയിലാണ് ഈ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഫിഗർ ഒന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കുക. മക്കളെ നിങ്ങൾക്ക് 2 ഫിഗർ കാണാം. ഒന്ന് കാർ എ എന്ന് പറയുന്നതും ഒന്ന് കാർ ബി എന്ന് പറയുന്നതും. ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ചുവപ്പ് നിറത്തിൽ കാണുന്നത് റോഡാണ്. ഓക്കെ, നീല കളറിൽ എഴുതിയിരിക്കുന്നത് സമയമാണ്, സെക്കൻഡിലാണ്. 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത്, കളറിൽ കൊടുത്തിരിക്കുന്നത് ഡിസ്റ്റൻസ് കവേർഡ് ആണ്. അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് 1 സെക്കൻഡിൽ കാർ എ സഞ്ചരിച്ചത് 10 മീറ്റർ ആണ്. 2 സെക്കൻഡിൽ കാർ എ സഞ്ചരിക്കുന്നത് 20 മീറ്റർ ആണ്. 3 സെക്കൻഡിൽ കാർ എ സഞ്ചരിക്കുന്നത് 30 മീറ്റർ ആണ്. 4ാമത്തെ സെക്കൻഡിൽ കാർ എ സഞ്ചരിക്കുന്നത് 40 മീറ്റർ ദൂരം വരെ എത്തി. അപ്പൊ നിങ്ങൾ പറ, ഓരോ സെക്കൻഡിലും ഈ കാർ എ എത്ര ദൂരമാണ് സഞ്ചരിച്ചിട്ടുണ്ടാവുക? ഓരോ സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടോ മക്കളെ? യെസ്, 10 മീറ്റർ അല്ലേ? ഓക്കെ, അപ്പോൾ ഓരോ സെക്കൻഡിലും കാർ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് 10 മീറ്റർ ആണ്. അപ്പോൾ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ അല്ലെ, ഓരോ സെക്കൻഡ് അല്ലേ കാർ സഞ്ചരിക്കുന്ന ദൂരവും സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആ കാറ് യൂണിഫോം സ്പീഡിലെന്നാണ് നമ്മൾ പറയാം. റെഡി അല്ലേ? ഇനി രണ്ടാമത് കേസ് നോക്കാം. 1 സെക്കൻഡ് ആയപ്പോൾ കാർ 10 മീറ്റർ സഞ്ചരിച്ചു. 2 സെക്കൻഡ് ആയപ്പോൾ കാർ 30 മീറ്റർ വരെ സഞ്ചരിച്ചു. 3 സെക്കൻഡ് ആയപ്പോൾ കാർ 60 മീറ്റർ വരെ സഞ്ചരിച്ചു. 4 സെക്കൻഡ് ആയപ്പോൾ കാർ 80 മീറ്റർ വരെ സഞ്ചരിച്ചു, ട്രാവൽ ചെയ്തു. ഇനി നിങ്ങൾ നോക്കൂ, ഓരോ സെക്കൻഡിലും കാർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? 1 സെക്കൻഡ് ആയപ്പോൾ 10 മീറ്റർ. 2 സെക്കൻഡ് ആയപ്പോൾ കാർ 20 മീറ്റർ ട്രാവൽ ചെയ്തു. 10 + 20 എപ്പോഴല്ലേ 30 ആവുള്ളൂ. ഓക്കെ, 3ാമത്തെ സെക്കൻഡ് ആയപ്പോൾ കാർ 30 മീറ്റർ ട്രാവൽ ചെയ്തു. 4ാമത്തെ സെക്കൻഡ് ആയപ്പോൾ വീണ്ടും 20 മീറ്റർ. അപ്പോൾ ഇവിടെ
ഓരോ സെക്കൻഡിലും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് അല്ലേ മക്കളെ, സെയിം അല്ലല്ലോ. ഓക്കെ, ഇത്തരം സ്പീഡ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാം കാർ ഏത് സ്പീഡിലായിരിക്കും, നോൺ യൂണിഫോം സ്പീഡിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിന്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് പഠിക്കാം. ഇഫ് an object travels equal distances in equal interval of time, it is said to be in uniform speed. രണ്ടാമത്തെ കാര്യം നോൺ യൂണിഫോം സ്പീഡ്. If an object travels unequal distances in equal interval of time, it is non-uniform speed എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് നോൺ യൂണിഫോം സ്പീഡിന്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബേർഡ്സ് ഫ്ലൈയിങ്, ഹ്യൂമൻസ് വാക്കിംഗ്, എ ബോൾ റോളിങ്. മക്കളെ ചെറുതായിട്ട് പനിയുണ്ട്, അപ്പോൾ സൗണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ മക്കളെ മോഷൻ ആൻഡ് ഫോഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ മോഷൻ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെയാണ് മോഷനിൽ പഠിച്ചത്? എന്താണ് മോഷൻ, ദെൻ വാട്ട് ഈസ് റെസ്റ്റ്, ദെൻ വി ഡിസ്കസ് അബൌട്ട് റെഫറൻസ് ഒബ്ജക്റ്റ്, പിന്നീട് നമ്മൾ ഡിസ്റ്റൻസ് ഡിസ്കസ് ചെയ്തു, ദെൻ സ്പീഡ്, ദെൻ യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ മക്കളെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫോഴ്സ്. എന്താണ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ പുഷ് ഓർ എ പുൾ ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ഫോഴ്സ്. ഒരു ഒബ്ജക്റ്റിൽ നടക്കുന്ന പുഷ് അല്ലെങ്കിൽ പുള്ളിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയാം. ഫോഴ്സിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ N ആണ്. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. നമുക്ക് ഫോഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഫോഴ്സ് ഉണ്ട്, കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ N ആണ്. കോണ്ടാക്ട് ഫോഴ്സ്, ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് വെൻ ഒബ്ജക്ട്സ് കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. അതായത് രണ്ട് ഒബ്ജക്റ്റുകൾ പരസ്പരം കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് കോണ്ടാക്ട് ഫോഴ്സ്. അതിന് എക്സാമ്പിൾസ് ആണ്, പ്രധാനമായിട്ടുള്ള എക്സാമ്പിൾസ് ആണ് മസ്കുലർ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, ദെൻ എയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് മക്കളെ എയർ ഫ്രിക്ഷൻ ആണ്, ദെൻ നോർമൽ കൈൻഡ് ഓഫ് ഫോഴ്സ്, ടെൻഷണൽ ഫോഴ്സ്. ഓക്കെ, ഇതിനൊക്കെയാണ് നമ്മൾ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾസ് ആണ് അതൊക്കെ. അതുപോലെ നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന പേരിൽ തന്നെയുണ്ട്. എന്താ നോൺ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ? ദ ഫോഴ്സ് ഇഫക്റ്റഡ് വെൻ ദർ ഇസ് നോ കോണ്ടാക്ട് വിത്ത് ദി ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് തമ്മിലൊരു കോണ്ടാക്ട് വരാതെ നടക്കുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. അത്തരത്തിലുള്ള ഫോഴ്സുകൾക്ക് എക്സാമ്പിളാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. റെഡിയല്ലേ? ഇതുമായി ബന്ധപ്പെട്ട ടേബിൾ 2.6 നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കുറച്ച് ഫിഗറുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇവിടെ നടക്കുന്ന ഫോഴ്സുകൾ കോണ്ടാക്ട് ആണോ നോൺ കോണ്ടാക്ട് ആണോ എന്ന് പറയും. ഇത് കോണ്ടാക്ട് ആണ്, ഇതും കോണ്ടാക്ട് ആണ്, ഇതും കോണ്ടാക്ട് ആണ്, ഇതും കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഇവിടെ നടക്കുന്ന ഫോഴ്സ് ഏതാണെന്ന് അറിയും? ഓക്കെ, മസ്കുലാർ ഫോഴ്സ് ആണ്. ഈ ടൈപ്പ് ഓഫ് ഫോഴ്സിന് പറയുന്ന പേരാണ് മസ്കുലാർ ഫോഴ്സ്. റെഡിയല്ലേ? ഇനി ഇവിടുത്തെ ഫോഴ്സ് ഏതായിരിക്കും? യെസ്, ദിസ് ഇസ് ഓൾസോ കോണ്ടാക്ട്, കോണ്ടാക്ട് ഫോഴ്സ് ആണ്, കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ദിസ് ഇസ് ഓൾസോ കോണ്ടാക്ട് ഫോഴ്സ്. റെഡിയല്ലേ? ഇനി അവിടെ കൊടുത്തിരിക്കുന്ന ഈ ഫോഴ്സുകൾ, ഇപ്പോൾ നമ്മളൊരു മാഗ്നറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പിന്നെ അട്രാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. ഇത് കോണ്ടാക്ട് ആണോ നോൺ കോണ്ടാക്ട് ആണോ? ദിസ് ഇസ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. അതുപോലെ ഈ ആപ്പിൾ, മാംഗോ, നമ്മൾ ഫ്രൂട്ട്സൊക്കെ അതിൻ്റെ താഴോട്ടല്ലേ അത് വീഴാറ് മക്കളെ അല്ലേ? എന്തുകൊണ്ടാണ് ഇത് വീഴാനുള്ള കാരണം? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. സോ ദിസ് ഇസ് ഓൾസോ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. റെഡി? ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുന്നത് യെസ് വി ആർ ഹാമറിങ് എ നെയിൽ. ഇത് ഏത് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആയിരിക്കും മക്കളെ? ഇത് കോണ്ടാക്ട് ഫോഴ്സ് ആണ്. നെക്സ്റ്റ് ഈസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? യെസ്, സിറ്റുവേഷൻ ലീവ്സ് സ്വേയിങ് ഇൻ ദ വിൻഡ്. കാറ്റത്ത് ഇലകൾ ഇങ്ങനെ ആടാറില്ലേ? നമ്മളെ ചില നന്നായിട്ട് കാറ്റടിക്കുന്ന സമയത്തൊക്കെ ഈ മരങ്ങളുടെ ചില്ലകളും ഇലകളും ഒക്കെ ഇങ്ങനെ ആടി ഉലയാറില്ലേ? അതിനെയാണ് നമ്മൾ സ്വേയിങ് എന്ന് പറയാം. ഇത് നടക്കുന്നത് കോണ്ടാക്ട് ആണോ നോൺ കോണ്ടാക്ട് ആണോ? ദിസ് ഇസ് ഓൾസോ കോണ്ടാക്ട് ഫോഴ്സ്. ടച്ച് വരുന്നുണ്ട് ഒരു വിൻഡ് ഫോഴ്സ് ആണ് ഇവിടെ ആക്ച്വലി എക്സേർട്ട് ആവുന്നത് കേട്ടോ.
ഈ സ്വിമ്മിങ് സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓൾസോ കോണ്ടാക്ട് ഫോഴ്സ്. ഇതെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യണം? ഒരു ടേബിളിലേക്ക് എഴുതാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കേസ് മുകളിൽ കൊടുത്തിരിക്കുന്ന സിറ്റുവേഷൻ്റെ ബേസിൽ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ സിറ്റുവേഷൻ, മാംഗോ ഫോളിങ് ഡൗൺവേർഡ്. മക്കൾ ഏത് ഫോഴ്സ് ആയിരിക്കും ഇതിന് കാരണം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഇത് കോണ്ടാക്റ്റ് ആണോ നോൺ കോണ്ടാക്റ്റ് ആണോ? ഇറ്റ്സ് കോണ്ടാക്ട് ഫോഴ്സ്. ഇതാണ് കോണ്ടാക്ട് ഫോഴ്സ്. ലീവ്സ് സ്വേയിങ് ഇൻ ദ വിൻഡ്. അത് എന്തുകൊണ്ടായിരിക്കും മക്കളെ? ഇറ്റ് ഈസ് ഡ്യൂ ടു ഫോഴ്സ് ഓഫ് ദ വിൻഡ്. എന്താണ്? ഫോഴ്സ് ഓഫ് ദി വിൻഡ് ആണ്, അതും കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഹാമറിങ് എ നെയിൽ. ഹാമറിങ് എ നെയിൽ എന്ന് പറഞ്ഞാൽ അത് മസ്കുലാർ ഫോഴ്സിൽ പെട്ടതാണ് കേട്ടോ. ഏതാണ്? മസ്കുലാർ ഫോഴ്സ്. ഇറ്റ് ഈസ് ഓൾസോ കോണ്ടാക്ട് ഫോഴ്സ്. എ മാഗ്നറ്റ് പുള്ളിങ് എൻ അയൺ നെയിൽ. ഇത് മാഗ്നറ്റിക് ഫോഴ്സ് ആയിരിക്കും. സോ മാഗ്നറ്റിക് ഫോഴ്സ് ഇത് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. പുഷിങ് ദ വാട്ടർ വൈൽ സ്വിമ്മിങ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഒന്നാമത്തെ ആൻസർ കോണ്ടാക്ട് അല്ല, ഇറ്റ് ഈസ് നോൺ കോണ്ടാക്ട് ആണ് മക്കളെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അടുത്ത പുഷിങ് ദ വാട്ടർ വൈൽ സ്വിമ്മിങ് എന്ന് പറയുന്നത് മസ്കുലാർ ഫോഴ്സ് തന്നെയാണ്. സോ മസ്കുലാർ ഫോഴ്സ് ഓൾവേസ് എന്തായിരിക്കും മക്കളെ? ഇറ്റ്സ് കോണ്ടാക്ട് ഫോഴ്സ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ടേബിളിൽ 2 നോൺ കോണ്ടാക്റ്റും 3 കോണ്ടാക്ട് ഫോഴ്സുമാണ്. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ് കേട്ടോ. നമ്മൾ പഠിച്ച കോണ്ടാക്ട് ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന്? മസ്കുലർ ഫോഴ്സ്, ദെൻ ഫ്രിക്ഷണൽ ഫോഴ്സ്, ദെൻ എയർ ഫ്രിക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നോർമൽ ഫോഴ്സ്, ഇതൊക്കെയാണ് വരുന്നത്. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ചാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമുക്കിവിടെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? when a surface moves or try to move over another surface. ഒരു സർഫസ് മൂവ് ചെയ്യാണ്, അല്ലെങ്കിൽ മറ്റൊരു സർഫസിൻ്റെ മുകളിൽ മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ മൂവ് ചെയ്യാനുള്ള ട്രൈ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എങ്ങോട്ടാണോ അത് മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് അവിടെ എക്സേർട്ട് ആവും. ആ ഫോഴ്സിന് പറയുന്ന പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫോർ എക്സാമ്പിൾ, എല്ലാവരും ഈ ഫിഗർ ശ്രദ്ധിച്ച് നോക്കുക. ഈ ഫിഗറിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യുന്നത്, അയാൾ മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടില്ലേ, അയാൾ ആ ഫോഴ്സ് കൊടുക്കുന്നത് ഇങ്ങോട്ടാണ്. അറ്റ് ദ സെയിം ടൈം അവിടെ ഒരു ഫോഴ്സ് അതിൻ്റെ മോഷന് പാരലായിട്ട് ഓപ്പോസിറ്റായിട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവും. ഇതിന് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കുമല്ലോ. ഈ ഫോഴ്സിന് പറയുന്ന പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. റെഡിയല്ലേ? ഓക്കെ. ഇനി മക്കളെ, ഫ്രിക്ഷണൽ ഫോഴ്സ് 2 ടൈപ്പ് ഉണ്ട്. ഫ്രിക്ഷൻ പ്രധാനമായിട്ട് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് റോളിംഗ് ഫ്രിക്ഷനും രണ്ടാമത്തത് സ്ലൈഡിംഗ് ഫ്രിക്ഷനും. റോളിംഗ് ഫ്രിക്ഷൻ ആൻഡ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. നമ്മളൊരു ഒബ്ജക്റ്റ് റോൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫ്രിക്ഷനാണ് റോളിംഗ് ഫ്രിക്ഷൻ. ഇവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ഏതായിരിക്കും? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും. റെഡിയല്ലേ? അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് 2 ടൈപ്പ് ഉണ്ട്, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ. ഇതിൽ ഏറ്റവും സ്ട്രോങ്ങർ ആരായിരിക്കും, ഗ്രേറ്റർ ആരായിരിക്കും മക്കളെ? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ് റോളിംഗ് ഫ്രിക്ഷനേക്കാളും സ്ട്രോങ് ആയിരിക്കാം. റെഡി ആണല്ലോ? ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഫ്രിക്ഷൻ കൊണ്ടുള്ള ഗുണങ്ങളാണ്, അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. എന്തൊക്കെയാണ് ഫ്രിക്ഷൻ കൊണ്ടുള്ള ഗുണങ്ങൾ? ഒന്നാമത്, ഹെൽപ്സ് ടു ഹോൾഡ് ഒബ്ജക്ട്സ് ഫേംലി. നമുക്ക് ചില ഒബ്ജക്റ്റുകളെ വളരെ നല്ല രീതിയിൽ അതിനെ കറക്റ്റായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ചില ഒബ്ജക്റ്റുകളൊക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും, പിടിക്കാൻ പറ്റും. അതൊക്കെ ഫ്രിക്ഷൻ കൊണ്ടുള്ള ഒരു ഗുണമാണ് കേട്ടോ, അഡ്വാൻറ്റേജ് ആണ്. ഹെൽപ്പ് അസ് ഇൻ വാക്കിംഗ്. നമ്മൾ നടക്കാൻ സഹായിക്കുന്നതും ഫ്രിക്ഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഹെൽപ്സ് വെഹിക്കിൾസ് ടു മൂവ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. സ്ലിപ്പാവാതൊക്കെ വാഹനങ്ങളെ സഞ്ചരിക്കാൻ, വെഹിക്കിൾസ് ട്രാവൽ ചെയ്യാനും സഹായിക്കുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സുകളാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ? എന്തൊക്കെയാണ് പോരായ്മകൾ? ഒന്നാമത്തത്, സർഫസ് ഇൻ കോണ്ടാക്ട് വിയേഴ്സ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 2 സർഫസ് കോണ്ടാക്റ്റിൽ വരുമ്പോഴല്ലേ ഫ്രിക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ കോണ്ടാക്റ്റിൽ ചെയ്യുന്ന ഈ സർഫസുകൾ എന്താവാം? തേയ്മാനം സംഭവിക്കാം. അതിനാണ് വിയേഴ്സ് ഔട്ട് എന്ന് പറയുക. അത് ഒബ്സ്ട്രക്ട്സ് സ്മൂത്ത് മൂവ്മെൻറ്റ് ഓഫ് മെഷീൻ പാർട്സ്. ഈ ഫ്രിക്ഷൻ്റെ മറ്റൊരു പ്രശ്നമാണ്, കൂടുതൽ ഫ്രിക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ചില ഈ ഫാക്ടറിയിലൊക്കെ മെഷീനറീസ് പ്രവർത്തിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് സ്മൂത്തായിട്ട് മെഷീൻസ് ഒന്നും ചെയ്യില്ല, വർക്ക് ആവില്ല. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ബൈക്ക് ഉണ്ടെങ്കിൽ ഈ ചെളി പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബൈക്കിൻ്റെ
ചെയിൻ്റെ ഭാഗത്ത് നല്ല സൗണ്ട് വരാറില്ലേ? വണ്ടി ഓടിക്കാനൊന്നും വലിയ സുഖം ഉണ്ടാവില്ല. കാരണം അത് ഫ്രിക്ഷൻ കാരണമാണ്. ഓക്കെ, അപ്പോൾ ഈ ഫ്രിക്ഷൻ കൊണ്ടുള്ള മെയിൻ പ്രശ്നങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഫ്രിക്ഷൻ കുറയ്ക്കാൻ പറ്റും മക്കളെ? ഈസ് ദർ എനി മെത്തേഡ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ കുറയ്ക്കാൻ എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ? യെസ്, അതിൽ പ്രധാനമായിട്ട് ഒന്നാമതാണ് യൂസ് ഓഫ് ലൂബ്രിക്കൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിക്ഷൻ കുറയ്ക്കാം. രണ്ടാമത്തത് പോളിഷിങ് ദ സർഫസ് നമ്മൾ പോളിഷ് ചെയ്ത് കഴിഞ്ഞാലും ഫ്രിക്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അടുത്തത് ബോൾ ബിയറിംഗ് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഫ്രിക്ഷൻ കുറയ്ക്കാം. സ്ട്രീം ലൈനിങ് ദ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഷിപ്പ്, അതുപോലെ എയ്റോപ്ലെയിൻ, അതിൻ്റെയൊക്കെ ഫ്രണ്ട് ഭാഗം ഒരു പോയിന്റഡ് ഷേപ്പ് ആയിരിക്കും. മുന്നോട്ട് ഇങ്ങനെ ഒരു പോയിന്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഷേപ്പാണ് ഇതിനൊക്കെ ഉണ്ടാവുക. സോ അതിനെയാണ് നമ്മൾ അത്തരത്തിൽ അതിനെ ആ ഷേപ്പിലേക്ക് മാറ്റുന്നതിനെ പറയുന്ന പേരാണ് സ്ട്രീം ലൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിക്ഷൻ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ സ്മൂത്ത് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. റെഡിയല്ലേ? ഈ 4 എക്സാമ്പിൾസ് പ്രധാനമായിട്ടും പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ചില കാര്യങ്ങളൊന്ന് പെട്ടെന്ന് നോട്ട് ചെയ്തോളൂ. ഇത് ഫ്രിക്ഷൻ കൊണ്ടുള്ള ഗുണങ്ങളാണ് മക്കളെ. വാഹനങ്ങൾ സ്മൂത്തായിട്ട് പോകും. അതുപോലെ പാരാഗ്ലൈഡിങ്ങിന് ഇത് സഹായിക്കും. ഒബ്ജക്ട്സിനെ ഫേംലി നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. അതുപോലെ മാച്ച് സ്റ്റിക്കിനൊക്കെ അല്ലേ, പെട്ടെന്ന് നമുക്ക് ഈ മാച്ച് സ്റ്റിക്ക് കത്താനുള്ള കാരണമൊക്കെ എന്താണ്? ഫ്രിക്ഷൻ തന്നെയാണ് കേട്ടോ. ഈ ഫ്രിക്ഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് വാഹനങ്ങളുടെ ടയറുകളൊക്കെ വിയേഴ്സ് ഔട്ട് ആവും എന്ന് പറഞ്ഞാൽ തേയ്മാനം സംഭവിക്കും. അതുപോലെ നീ വിയർ, ഇതൊക്കെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഫ്രിക്ഷൻ എങ്ങനെയൊക്കെ കുറയ്ക്കാം, റെഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അതിൽ നമ്മൾ ഒന്നാമത് പഠിച്ചതാണ് ലൂബ്രിക്കൻസ് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. എന്താണ് ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞാൽ? സബ്സ്റ്റൻസസ് ദാറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന സബ്സ്റ്റൻസുകളെ പറയുന്ന പേരാണ് ലൂബ്രിക്കൻസ്. പ്രധാനമായിട്ടും നമുക്ക് ഒരുപാട് ലൂബ്രിക്കൻസിൻ്റെ എക്സാമ്പിൾ പഠിക്കേണ്ടതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഓയിൽ, ഗ്രീസ്, ദെൻ ഗ്രാഫൈറ്റ്. ഇവരെല്ലാവരും ലൂബ്രിക്കൻസ് ആണ്. പിന്നെ നമ്മളതിൽ പറഞ്ഞു ബോൾ ബിയറിംഗ് എന്ന് പറഞ്ഞിരുന്നില്ലേ? ബോൾ ബിയറിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഷിപ്പ്, എയ്റോപ്ലെയിനൊക്കെ ശ്രദ്ധിച്ച് നോക്കുക. ഇവരുടെ ഫ്രണ്ടിലെ ഷേപ്പ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഇതിനെയാണ് നമ്മൾ സ്ട്രീം ലൈനിങ് എന്ന് പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി ലാസ്റ്റ് ഒരു ടോപ്പിക് കൂടിയുണ്ട് ഈ ചാപ്റ്ററിൽ. അതാണ് നമുക്ക് ഇവിടെ പറയാനുള്ള ഒന്നാമത് ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ റൈറ്റ് ഓൺ ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ഫ്രിക്ഷനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഏതൊക്കെ ഘടകങ്ങളാണ് ഫ്രിക്ഷനെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഒന്ന്, നേച്ചർ ഓഫ് ദ സർഫസിൻ്റെ സ്വഭാവം അനുസരിച്ചിരിക്കും ഫ്രിക്ഷൻ. ഇപ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും, റഫ് സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. അടുത്ത ഷേപ്പ് ഓഫ് ദി ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഫ്രിക്ഷൻ എത്ര ഉണ്ടാവും എന്നുള്ളത് ഷേപ്പിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ പ്രധാനമായിട്ടും ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സാണ്. ഒന്ന് നേച്ചർ ഓഫ് ദി സർഫസും, 2 ഷേപ്പ് ഓഫ് ദി ഒബ്ജക്റ്റും. മക്കളെ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എക്സാമിന് ഇവിടെ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ വരാം. ചിത്രങ്ങൾ തന്നിട്ട് കോൺടാക്റ്റ് ആണോ നോൺ കോൺടാക്ട് ഫോഴ്സ് ആണോ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത് പരസ്പരം ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോൺടാക്ട് ഫോഴ്സും, ടച്ച് ചെയ്യുന്നില്ലെങ്കിൽ നോൺ കോൺടാക്ട് ഫോഴ്സും ആയിരിക്കും. പിന്നെ കോൺടാക്ട് ഫോഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ചാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സർഫസിലൂടെ മറ്റൊരു സർഫസ് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അതൊരു കോൺടാക്ട് ഫോഴ്സാണ്. 2 ടൈപ്പ് ഫ്രിക്ഷൻ ഉണ്ട്, റോളിംഗ് ഫ്രിക്ഷനും സ്ലൈഡിംഗ് ഫ്രിക്ഷനും ഉണ്ട്. പിന്നെ ഫ്രിക്ഷൻ ഒരുപാട് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ആണ് ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. ഒന്ന്, അഡ്വാൻറ്റേജ് ഓഫ് ഫ്രിക്ഷൻ, പിന്നെ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഫ്രിക്ഷൻ, ദെൻ ഫ്രിക്ഷൻ നമുക്ക് എങ്ങനെ കുറയ്ക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്. വേസ് ടു മെത്തേഡ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. പിന്നെ നമ്മൾ ഫ്രിക്ഷനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ചോദിക്കാറുണ്ട് എക്സാമിന്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയും ലൂബ്രിക്കൻസ് എന്ന് ചോദ്യം പ്രതീക്ഷിക്കാം. വാട്ട് ഈസ് ലൂബ്രിക്കൻസ് എന്നൊക്കെ ചോദിക്കാം. ഗിവ് 2 എക്സാമ്പിൾസ് എന്ന് ചോദിക്കാം. നിങ്ങൾ എഴുതണം സബ്സ്റ്റൻസസ് ദാറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ആർ കോൾഡ് ലൂബ്രിക്കൻസ്. എക്സാമ്പിൾസ് ഓയിൽ, ഗ്രീസ്, ഗ്രാഫൈറ്റ്, ബോൾ ബിയറിംഗ് നമുക്ക് കൺസിഡർ ചെയ്യാം, ഏത് ലൂബ്രിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ബട്ട് ബോൾ ബിയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രിക്ഷൻ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ, ഫാക്ടറിയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ ഫിസിക്സിൽ. ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ഓക്കെ.